നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരാണെങ്കിലും വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് പേരുടെ ചാനലുകളിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുന്നു. അതിനോടൊപ്പം തന്നെ സ്ട്രൈക്ക് വന്ന് ചാനൽ ടെർമിനേറ്റ് ആവുന്നു, സ്ട്രൈക്ക് വരാതെ ചാനലുകൾ ടെർമിനേറ്റ് ആവുന്നു. അങ്ങനെ വളരെ വലിയ ഇഷ്യൂസ് യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യൂട്യൂബ് ചെയ്യുന്നത് എയുടെ ത്രൂ ആണ്. എയുടെ ത്രൂ എ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പലരുടെയും ചാനലുകൾ ടെർമിനേറ്റ് ആവുകയും അല്ലെങ്കിൽ സ്ട്രൈക്ക് വരികയും ചെയ്യുന്നത്. അതായത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മെറ്റാഡേറ്റയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ വീഡിയോകളിലേക്ക് സ്ട്രൈക്ക് തരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ചാനലുകളിൽ നമ്മൾ ചാടിക്കയറി അപ്പീൽ ചെയ്തെന്ന് പറഞ്ഞാലും വലിയ കാര്യമില്ല. അപ്പീലും തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ അപ്പീൽ ചെക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ യൂട്യൂബ് ഇപ്പം കുറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പീൽ ചെയ്താലും നമ്മുടെ ചാനലിൽ വിസിബിൾ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് മാറത്തുമില്ല. ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടത്തുമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചാനൽ ടെർമിനേറ്റ് ആയി എന്ന് പറഞ്ഞ് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കുക്കിംഗ് ചാനലുകളിലൊക്കെ ഓരോ പോളിസി വയലേഷൻ എന്ന് പറഞ്ഞ് കുക്കിംഗ് ചാനലുകൾ, കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ വരെ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനൽ, അതിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആ ചാനൽ ടെർമിനേറ്റ് ആയി. അപ്പീൽ ചെയ്തിട്ടും അത് റിജക്റ്റ് ആയി. അപ്പൊ അതിൽ എന്താണ് റീസൺ എന്നൊന്നും അറിയത്തില്ല, പക്ഷെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആയി. ഈ ഒരു പ്രശ്നം ഇപ്പം വ്യാപകമായിട്ട് യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചാനലിൽ ഒന്ന് കരുതി ഇരുന്നോളുക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ഇടുന്ന ചാനലാണെങ്കിൽ അത് ഇനി വയലേഷൻസ് ചെയ്യണമെന്നൊന്നും യൂട്യൂബിൽ ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ചെറിയ കീവേഡ്സിൽ കാണിക്കുന്ന മിസ്റ്റേക്ക് വരെ നമ്മുടെ ചാനൽ ടെർമിനേഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഇന്നിട്ട വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കോ 6 മാസം മുമ്പിട്ട വീഡിയോയ്ക്കോ ആയിരിക്കത്തില്ല സ്ട്രൈക്ക് വരുന്നത്. ചിലപ്പോൾ 5 കൊല്ലോ 6 കൊല്ലോ 7 കൊല്ലോ ഒക്കെ മുമ്പിട്ട വീഡിയോകൾക്കായിരിക്കും സ്ട്രൈക്ക് വരുന്നത്. ഇപ്പോൾ 7 വർഷം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ എന്തെങ്കിലും പോളിസി വയലേഷൻ ഉണ്ടോ എന്ന് ഇരുന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. 7 വർഷം മുമ്പ് നമ്മൾ ആ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ചിലപ്പം ആ സമയത്ത് ആ ഒരു കണ്ടന്റിന് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കീവേഡ്സ് യൂട്യൂബിന്റെ പോളിസിയിൽ വയലേഷൻ ഉള്ളതായിരിക്കുന്നിരിക്കത്തില്ല. പക്ഷേ ഇന്ന് യൂട്യൂബ് പോളിസി മാറ്റി കഴിഞ്ഞപ്പം അതിൽ കൊടുത്തിരിക്കുന്ന കീവേഡും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പോളിസി വയലേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് വെച്ചിട്ട് 7 വർഷം മുമ്പിട്ട കണ്ടന്റിന് യൂട്യൂബ് സ്ട്രൈക്ക് അടിക്കും. ചിലപ്പോൾ നമ്മുടെ ചാനൽ അതിലൂടെ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോകളുടെയും മെറ്റാഡേറ്റ, അതായത് മെറ്റാഡേറ്റ എന്ന് പറയുമ്പോൾ തമ്പനയിൽ വരും, ടൈറ്റിലെ ഡിസ്ക്രിപ്ഷനെ ടാഗ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെവിടെയെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഒന്നാമതായിട്ട് ഏൺ മണി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേക്ക് മണി, ഇങ്ങനെയൊക്കെയുള്ള കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകളിൽ നിന്ന് ആ കീവേഡ് ഒഴിവാക്കുക. പിന്നെ ഈറ്റിംഗ് ഡിസോർഡർ പോളിസി, അങ്ങനെ ഒരു പോളിസിയൊക്കെ ഉണ്ട്. അങ്ങനെ അതായത് നമ്മൾ ഈറ്റിംഗ് ഹാബിറ്റ്, അതായത് ഒട്ടും നല്ലതല്ലാത്ത ഈറ്റിംഗ് ഹാബിറ്റ്സ് പരിചയപ്പെടുത്തുന്ന കുറേ ചാനലുകളൊക്കെ ഉണ്ടല്ലോ. ആവശ്യത്തിലധികം ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് കാണിക്കുന്ന ചാനലുകൾ, അങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം, ETF-ൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം, ഇങ്ങനെയുള്ള കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ, ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് തന്നെ കളയുന്നതായിരിക്കും നല്ലത്. കാരണം മുമ്പൊന്നും ഒരു 5-8 വർഷം മുമ്പ് ഇങ്ങനെയുള്ള കണ്ടന്റുകളൊന്നും യൂട്യൂബ് പോളിസി വയലേഷനിൽ വരുന്നതല്ലായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ പോളിസി വയലേഷനിലാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇനി എല്ലാ വീഡിയോകളും ഇതേപോലുള്ള വയലേഷൻസ് നമ്മൾ കീവേഡ്സിലോ അല്ലെങ്കിൽ ടാഗിലോ ഒക്കെ കൊടുത്തിരിക്കുന്ന വയലേഷൻസ് ഉള്ള വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നൊരു സംശയം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴും റൺ ആകുന്ന വീഡിയോകൾ, ഇപ്പോഴും ആ വീഡിയോയിൽ വ്യൂ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട. വീഡിയോയ്ക്കുള്ളിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് അത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയാം. അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ടൈറ്റില്, ടാഗ്, ഡിസ്ക്രിപ്ഷനെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ചസ് വരുത്തുക. ഈ പറഞ്ഞ ഏൺ മണി പോലത്തെ അല്ലെങ്കിൽ മേക്ക് മണി ഇങ്ങനത്തെ കീവേഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകാതിരിക്കും. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് പക്ഷേ ഇത് എടുക്കുന്നില്ലായിരിക്കും. പക്ഷെങ്കിൽ ഒരു ഇഷ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായതിന് ശേഷം പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യൂട്യൂബ് ഒരു രീതിയിലുള്ള റെസ്പോൺസും ഇപ്പം ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെയൊക്കെ ട്വിറ്ററിലൂടെ ഒരു ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ യൂട്യൂബ് ടീം നമ്മളെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം യൂട്യൂബ് ചാനൽ ഹാക്ക് ആകുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് അവർ ചെയ്യും. അല്ലാത്ത സ്ട്രൈക്ക് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക. എന്തെങ്കിലും വയലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നത് പുതിയ വീഡിയോകൾ ഒരു 1 ഇയറിനുള്ളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കുറച്ചൊക്കെ അവെയർ ആണ്. എന്തൊക്കെ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് അവെയർ ആണ്. പക്ഷേ പഴയ വീഡിയോകൾ 2 വർഷം 3 വർഷം 4 വർഷം ഒക്കെ പഴക്കമുള്ള വീഡിയോകൾ നമുക്ക് തന്നെ ഓർമ്മ കാണത്തില്ല നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം.
അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആയി പോവുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പാടാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഒരു ചാനൽ എന്ന് പറയുന്നത്. വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പം അത്ര വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ല. ഇനിയിപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബറേ ഉള്ളതെങ്കിലും ആ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സിനെ ഓർഗാനിക്കായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പെട്ട പാട് എന്താണെന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.